പ്രചരണ തിരക്കുകൾക്കിടയിലും എസ് സുനിൽകുമാർ നമ്മൾ മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. സുനിലേട്ട, അപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് പത്മജ വൈകിട്ട് 5 മണിക്ക് BJP-യിൽ ചേരുമെന്നാണ് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? അത് എന്നെ തീരെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ AK ആന്റണിയുടെ മകൻ കോൺഗ്രസ്സിൽ പോയി ചേർന്നു. നമ്മൾ ഈ വടക്കേ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലെയും KPCC പ്രസിഡന്റുമാർ, മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകൾ, അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ മക്കളായിട്ടാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനി നാളെ ആരൊക്കെ BJP-യിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ആന്റണിക്കപ്പുറം പത്മജയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കോൺഗ്രസ് കൊടുത്തതാണ്. ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ തൃശ്ശൂർ തന്നെ അവർ നിന്നിട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ ഈ ഒരു നീക്കം അതിനെങ്ങനെയാണ് കാണുന്നത്? ഈ അവസരം കിട്ടാത്തതുകൊണ്ട് പോകുന്നു എന്നൊക്കെ അവർ ചുമ്മാ പറയുന്നതാണ്. അവസരം കിട്ടാത്തതുകൊണ്ടല്ല, അവർ അധികാരം തേടി പോകുന്നതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എന്ത് പാർലമെൻറ്റിലേക്കാണെങ്കിൽ എവിടേക്ക് ജയിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അവരിവിടെ നിൽക്കാനുള്ളവരല്ല, അവരപ്പുറത്ത് പോകാനുള്ളവരാണെന്നുള്ള വിചാരം എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് BJP-ക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യുമോ? അല്ല, BJP-ക്ക് അല്ല അത് ഗുണം ചെയ്യുക. അത് BJP-ക്ക് എങ്ങനെ ഗുണം ചെയ്യും? നാട്ടിലെ മതേതര വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടാണല്ലോ ഇവരൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ മതേതര ചേരിയിലാണ് ഞങ്ങളെന്നും, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളുടെ പാർട്ടി മതേതര പാരമ്പര്യമാണെന്നും മതേതരം വിട്ടൊരു കളിയില്ല എന്ന് പറയുന്നവരാണ് ഈ പോകുന്നത്. അപ്പോൾ മതേതരത്വവും പറഞ്ഞ്, അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ സംരക്ഷകരാണ് ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മതേതരവാദികളോട് വോട്ട് ചോദിക്കുമ്പോൾ ഇതിന് മറുപടിയും കൂടെ അവർ പറയണം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ല ആളുകൾ മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും ആൾക്ക് മനസ്സിലായല്ലോ. ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇവിടുത്തെ മതേതരവാദികളെ, മതേതരവിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ ഈ കാര്യം ജാഗ്രതയോടുകൂടി നോക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പത്മജ ഒരു പ്രതികരണം നടത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ പത്മജയെ കാലുവാരി, അതുകൊണ്ടാണ് തോറ്റതെന്നാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും? അല്ല, കോൺഗ്രസ്സുകാർ കാലുവാരും, ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് ജയിച്ചത്. അല്ലാണ്ട് കോൺഗ്രസ്സുകാർ കാലുവാരും അതൊക്കെ നമ്മൾ പറയുന്ന. എനിക്കെതിരെ പത്മജ അവിടെ മത്സരിക്കുമ്പോൾ ഞാൻ അവരെ അങ്ങേറ്റം റെസ്പെക്ട് ചെയ്യും. ഇപ്പോഴും ഞാൻ അവർ റെസ്പെക്റ്റൊന്നും കുറവില്ല, അങ്ങേറ്റം റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് പല കാരണങ്ങളാൽ. പക്ഷെ അവരിങ്ങനെ പോയത് അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ പാർട്ടിയുടെ കുഴപ്പമാണ്. എന്ന് വെച്ചാൽ ഒരു അധികാര രാഷ്ട്രീയം മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനെ സംഭവിക്കും. അതായത് ഇത്തരം വാഴകൾ ഇങ്ങനെ കൊലയ്ക്കുമെന്ന് പറയുന്ന പോലെയാണ്. അതായത് നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നമുക്ക് ചില ദൃഢനിശ്ചയം ഉണ്ടാവേണ്ടതുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നാട്ടിൽ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ശൈഥില്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അപ്പോൾ അധികാരം തേടി എല്ലാ നേതാക്കന്മാരും പോകുമ്പോൾ എങ്ങനെയാണ് അണികൾക്ക് അതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുക? അപ്പോൾ ഇവിടെ വേണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മതേതരത്വത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യർ ഇടതുപക്ഷത്തിൻ്റെ ദൃഢനിശ്ചയത്തെ നോക്കിക്കാണണമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇനി പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേർന്നു എന്നുള്ളതൊരു അത്ഭുതകരമായൊരു കാര്യമല്ല. അത് നാളെ ആരും BJP-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളെ പറ്റി ഞാൻ എല്ലാവരും പേരൊന്നും പറയുന്നില്ല. ഏതായാലും അത് അങ്ങനെ പോയി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമല്ല. എന്നാൽ നാട്ടുകാരെ സംബന്ധിച്ചപ്പോൾ ഞാനും പത്മജ വേണുഗോപാൽ ഒരുമിച്ച് അപ്പുറത്തുപ്പുറത്ത് മത്സരിച്ചുകൊണ്ട് എനിക്കൊരു എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അത്രേ ഉള്ളൂ.